പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. വനത്തിൽ വസിക്കാമെന്ന് അച്ഛന് വാക്കുകൊടുത്തു. രാജ്യം ഭരതനെ ഏൽപ്പിച്ചു. അത് ഞാൻ ഏറ്റുവാങ്ങുന്നത് എങ്ങനെ? പിതൃകൽപ്പനയെ എത്രയോ നിസ്സാരമായി. രാജാധികാരത്തിനു വേണ്ടി നിശേഷം പരിത്യജിക്കുകയോ താതസന്നിധിയിൽ വെച്ച് ഞാൻ ചെയ്തിട്ടുള്ളത് സ്ഥിരപ്രതിജ്ഞയാണ്. എൻ്റെ വാഗ്ദാനം ചെറിയമ്മ കൈകേയി ദേവിക്ക് ആ സന്ദർഭത്തിൽ ആനന്ദ കണ്ണീരുണ്ടാക്കി. ഉത്തമങ്ങളായ പുഷ്പങ്ങൾ, കായകൾ, പഴങ്ങൾ എന്നിവ കൊണ്ട് പിതൃക്കൾക്കും ദേവന്മാർക്കും യഥാവിധി തർപ്പണാദികൾ ചെയ്ത് പഞ്ചേന്ദ്രിയങ്ങൾക്കും സന്തുഷ്ടിയേകി ഈ കാനന മധ്യത്തിൽ ജീവിതയാത്ര ഞാൻ നടത്തും. പുണ്യസഞ്ചയത്താൽ മാത്രം സിദ്ധിക്കുന്ന ഈ കർമ്മഭൂമിയിലെ ജീവിതത്തിൽ കാര്യാകാര്യങ്ങളിൽ വിവേകത്തോടെ അസത്യലാഞ്ചനം ഇല്ലാതെ അതിശ്രദ്ധയോടെയാണ് ഏതൊരു കർമ്മവും ചെയ്യേണ്ടത്. അഗ്നി, വായു, ചന്ദ്രൻ എന്നീ ദേവസ്വരൂപികൾക്ക് ഇത്രമാത്രം മേന്മ കിട്ടിയത് നിർമ്മല കർമ്മങ്ങളാൽ ആണ്. അമരന്മാരുടെ രാജസ്ഥാനം കിട്ടുവാൻ 100 യാഗങ്ങൾ വിധിയാവണ്ണം ചെയ്യണം. അത്യുഗ്ര തപസ്സു ചെയ്തിട്ടല്ലേ മഹർഷി വര്യന്മാർ വിണ്ണേറിയത്? അന്തണവര്യന്മാരിൽ അഗ്രഗണ്യനായ ജാബാലി നാസ്തികന്മാർ പറയുന്ന പോലെ വാക്കുകൾ പറഞ്ഞതിൽ അല്പം നീരസം തന്നെ തോന്നിയ ദേവൻ അത്യുജ്വല തേജസ്സോടെ വീണ്ടും തുടർന്നു. സത്യം, ധർമ്മം, അചഞ്ചല ഹൃദയം, സർവ്വജീവികളിലും ദയ, നല്ല വാക്ക്, ദേവബ്രാഹ്മണാതിഥി പൂജ എന്നിവ സ്വർഗപ്രാപ്തിക്കുള്ള മാർഗമാണെന്ന് സജ്ജനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. വിഘ്നന്മാരായവർ ഇതിനെ ആദരിക്കുകയും ചെയ്യുന്നു. ഈ തത്വം വ്യക്തമായി മനസ്സിലാക്കിയ ബ്രഹ്മജ്ഞാനികൾ ഐക്യത്തോടെ യഥാവിധി ധർമ്മങ്ങൾ ചെയ്ത് ന്യൂനതയൊന്നും കൂടാതെ അനശ്വരസ്ഥാനത്തെ പ്രാപിക്കുന്നു. അവിടുത്തെ ഹൃദയം ആകെ സമനില തെറ്റിക്കഴിഞ്ഞു. എൻ്റെ അച്ഛൻ്റെ പ്രവൃത്തികൾ തെറ്റായി തോന്നിയത് അതുകൊണ്ട് മാത്രമാണ്. ഈ ചിന്താഗതി അങ്ങയിൽ ഉള്ളിടത്തോളം കാലം ഒരു നാസ്തികനായിട്ട് മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. ധാർമ്മിക വിജ്ഞാനം സമ്പാദിക്കാത്ത പണ്ഡിതമാന്യന്മാരാണ് നാസ്തികന്മാർ. അറിവില്ലാത്തവനും പരസ്വം അപഹരിക്കുന്ന ചോരനും തുല്യരാണ്. ഇവരിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഇല്ലാത്തവൻ തന്നെയാണ് നാസ്തികനും. പ്രജകളുടെ സുഖജീവിതത്തിൽ അല്പമെങ്കിലും ആഗ്രഹം ഉള്ളൊരു അരജൻ ഒരിക്കലും നാസ്തികനോടുകൂടി സമ്പർക്കം പുലർത്തില്ല. ആ അഭിപ്രായങ്ങളിൽ യോജിക്കില്ല. അവിടുത്തെ ശ്രേഷ്ഠരായ പൂർവികന്മാർ ഇഹലോകത്തിലെ ധാർമ്മിക സുഖങ്ങളെല്ലാം അനുഭവിച്ച് അനേകം പുണ്യകർമ്മങ്ങളാൽ പരലോകത്തെ അധീനപ്പെടുത്തിയ സജ്ജനവന്ധ്യരാണെന്ന് ഓർമ്മിക്കണേ. ലോകത്തിൻ്റെ സുഖജീവിതമായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഹോമാദികൾ ചെയ്തു. ധാർമ്മികോത്തംസരായ ആ വിപ്രവര്യന്മാർ സജ്ജനവന്ധ്യരും സേവിതരുമായിരുന്നു. അവരുടെ ജീവിതം സ്വാർത്ഥ ജഡിലമായിട്ടല്ല, പരാർത്ഥമായിട്ടാണ്. അതിതേജസ്വികളായ അവരിൽ സമ്പൂർണമായ ദാനഗുണം, അതിശ്രേഷ്ഠമായ അഹിംസാധർമ്മം, അഭിവന്ധ്യമായ നിഷ്കളങ്കത എന്നിവ ഒത്തുചേർന്ന് നടമാടി ആ യതീന്ദ്രന്മാർ എന്നുമെന്നും ഏതൊരുവനും പരിപൂജ്യരാണ്. ദുഃഖജീവിതമായി ചിന്തിക്കാത്ത ശ്രീരാമദേവൻ അല്പം ക്രോധ സ്വരത്തിലാണ് ഇത്രയും പറഞ്ഞത്. ബ്രാഹ്മണോത്തമനായ ജാബാലിയുടെ മനസ്സ് തെളിഞ്ഞു. സംതൃപ്തിജനകമായ മന്ദഹാസം പൊഴിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ്റെ ഹൃദയം പ്രസാദിക്കത്തക്ക വിധം ആസ്തിക്യവും സത്യശുദ്ധവുമായ വാക്കുകൾ സാദരം തുടർന്നു. രാമ, നാസ്തികന്മാരുടെ അഹങ്കാരപൂർണങ്ങളായ വാക്കുകൾ ഞാൻ ഒരിക്കലും പറയുകയില്ല. ഞാനൊട്ട് നാസ്തികനുമല്ല. ഈ ലോകത്തിൽ ഇല്ലാത്തതായി യാതൊന്നും ഞാൻ കാണുന്നില്ല. എല്ലാം പരിവർത്തന രൂപങ്ങൾ മാത്രം. കാലത്തിനനുസരിച്ച് ഞാൻ നാസ്തികനായി തീരും എന്ന് മാത്രം. വീണ്ടും ആസ്തികനും. ഈ കാലം നാസ്തികന്മാർക്ക് പ്രാബല്യം ഉള്ളതാണ്. കാലത്തെ അനുസരിക്കുന്ന ഞാൻ അത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞു എന്ന് വിചാരിക്കേണ്ടു. അത് മറ്റൊന്നും ഉദ്ദേശിച്ചല്ല. അങ്ങേക്ക് ഞങ്ങളിൽ കരുണ ഉദിക്കുവാനും അയോധ്യയിലേക്ക് മടങ്ങി വരുവാൻ പ്രേരണ ചെലുത്തുവാനും വേണ്ടി മാത്രം. ശ്രീരാമചന്ദ്രൻ്റെ കോപഭാവം കണ്ട ഭഗവാൻ വസിഷ്ഠൻ ഇപ്രകാരം അരുളി ചെയ്തു. രാമ, ഈ ലോകത്തിൻ്റെ ഗതിവിഗതികൾ കരതലാമലകം പോലെ മനസ്സിലാക്കിയിട്ടുള്ളവനാണ് ജാബാലി. ആശയവൈരുദ്ധ്യത്തോടെ പറഞ്ഞാൽ അതെല്ലാം ശരിപ്പെടുത്താൻ അങ്ങ് അയോധ്യയിലേക്ക് മടങ്ങി വന്നെങ്കിലോ എന്ന് സംശയിച്ചു മാത്രം ഇത്രയും പറഞ്ഞു. ലോകനാഥനായ രാമ, ലോകങ്ങളുടെ ഉൽപ്പത്തി എങ്ങനെയാണെന്ന് അറിയാത്തവനല്ലോ അങ്ങ്. എന്നാലും ലോകോൽപ്പത്തിയെപ്പറ്റി ഞാൻ പറയാം, ശ്രദ്ധിക്കൂ. വെള്ളം മാത്രം നിറഞ്ഞു നിൽക്കുന്ന കാലം. ആ സന്ദർഭത്തിലാണ് ഭൂമിയുണ്ടായത്. ആകാശം പോലെ ആദിമധ്യാന്തങ്ങൾ ഇല്ലാത്തവനും അപ്രമേയനുമായ ബ്രഹ്മാവ് ഉപദേവന്മാരോടുകൂടി സ്വയം ആവിർഭവിച്ചു. വെള്ളത്തിൽ ആണ്ടുകൊണ്ടിരുന്ന ഭൂമിയെ വിശ്വനായകനായ ആദിദേവൻ സൂകരരൂപം ധരിച്ച് ഉയർത്തി. അതിൽ കൃതാത്മാക്കളായ പുത്രന്മാരുമൊത്ത് സർവ്വലോകങ്ങളെയും വിരിഞ്ചൻ സൃഷ്ടിച്ചു. ശബ്ദഗുണകമായ ആകാശത്തിൽ നിന്ന് രൂപം കൊണ്ട വിധാതാവ് അനശ്വരനും അവ്യയനും നിത്യനുമാണ്. ബ്രഹ്മപുത്രനായി മരീചി പിറന്നു. അനശ്വര യശസ്വിയായ കശ്യപ പ്രജാപതി മരീചിയുടെ ആത്മജനാണ്. അദ്ദേഹത്തിൻ്റെ സുതൻ വിവാസ്വാൻ. ഭൂലോകത്തിലെ ആദ്യത്തെ അരജനായി തീർന്ന മനു വിവാസ്വൻ്റെ പുത്രനാകുന്നു. ഐശ്വര്യസമൃദ്ധമായ ഈ ലോകത്തെ പരിപാലിക്കുവാൻ
മനു മഹാരാജാവ് മകനായ ഇക്ഷ്വാകുവിനെ നിയോഗിച്ചു. അയോധ്യ രാജ്യത്തിൻ്റെ ഒന്നാമത്തെ ചക്രവർത്തിയായ ഇക്ഷ്വാകുവിൻ്റെ പുത്രൻ കുക്ഷി, അദ്ദേഹത്തിൻ്റെ നന്ദനൻ വീരനായ വികുക്ഷി, മഹാപ്രതാപിയും തേജസ്വിയുമായ ബാണൻ വികുക്ഷിയുടെ ആത്മജനാണ്. ഉളകാർന്ന അനരണ്യൻ മഹാരാജ ബാണന് ജനിച്ചു. അരജശ്രേഷ്ഠനായ അനരണ്യൻ ഭരിക്കുന്ന കാലം സമൃദ്ധിയുടെ പാരമ്യത്തിൽ എത്തി. അന്യവൃഷ്ടിയോ അതിവൃഷ്ടിയോ അതിപ്രതാപിയായിരുന്ന ആ രാജരാജൻ്റെ പരിപാലന കാലത്ത് ഉണ്ടായിട്ടില്ല. ദാരിദ്ര്യം എന്നത് എന്താണെന്ന് പ്രജകൾക്ക് അറിവുണ്ടായിരുന്നില്ല. തസ്കരൻ എന്നൊരു പേർ ആരും കേട്ടതുപോലുമില്ല. സജ്ജനാഗ്രഗണ്യനായ ആ നൃപേന്ദ്രൻ്റെ ഭരണം അത്രമാത്രം സ്തുത്യർഹമായിരുന്നു. അമേയബലവാനായ പൃഥുഭൂപതി അനരണ്യാത്മജനാണ്. സത്യത്തിൽ അചഞ്ചല ചിത്തനായിരുന്ന ത്രിശങ്കു പൃഥുപുത്രനായി ജനിച്ചു. കീർത്തിയേന്തിയ ദുന്ദുമാരൻ അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു. ആ നൃപേന്ദ്രനിൽ നിന്ന് യുവനാശ്വൻ, തൽപുത്രൻ ശ്രീമാന്ധാതാവ് മഹീപതി, ആ അരജന് സുഗന്ധി, ധ്രുവസന്ധി, പ്രസേനജിത്ത് എന്നിങ്ങനെ 2 പുത്രന്മാർ സുസന്ധിക്ക് ഉണ്ടായി. ജ്യേഷ്ഠനായ ധ്രുവസന്ധിയുടെ വീരസുതനാണ് പേരാണ്ട ഭരതനരവരൻ. അമിതഭുജ ബല പരാക്രമിയായ ഭരതൻ്റെ പുത്രൻ അസിതാഹോയൻ. ആ അരജന് ഹേഹേയന്മാർ, താലജഗ്ഗന്മാർ, രണശൂരന്മാർ, ശശബിന്ദുക്കൾ എന്നിവർ ശത്രുക്കളായി തീർന്നു. അവരോടുകൂടിയുണ്ടായ അടരിൽ പരാജയമടഞ്ഞ അവനീന്ദ്രൻ പ്രകൃതി സുന്ദരമായൊരു മാമല സാനുവിൽ മഹർഷിയെപ്പോലെ ജീവിക്കുവാൻ ആരംഭിച്ചു. ആ നരേന്ദ്രന് 2 സഹധർമ്മിണികൾ ഉണ്ടായിരുന്നു. 2 പേരും ആ വനവാസാരംഭത്തിൽ ഗർഭിണികളും ആയിരുന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുവാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.